ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഇന്ന് നമ്മൾ വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മണ്ഡല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചാപ്റ്ററിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 മണ്ഡലാസ് ഉണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മൾ മുന്നേ ചെയ്ത ഒരു ഈവിൾ ഐ മണ്ഡലയില്ലേ, അതിൻ്റെ തന്നെ ഒരു സിമിലർ വേർഷനാണ്. ഞാനത് മുന്നേ എൻ്റെ ആർക്കൈവിൽ എവിടെയോ എപ്പോഴോ ചെയ്തു വെച്ച ഒരെണ്ണമാണ്. സോ ഐ തോട്ട് ഐ മേക്ക് ഇറ്റ് ഇൻ ടു മൈ ഫയൽ ആസ് വെൽ. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇറ്റ് വിൽ ബി എ പ്രാക്ടീസ് ഫോർ യു ഗൈസ്. ഞാനൊരു ചെറിയൊരു 2 സെൻറ്റിമീറ്റർ റേഡിയസിൻ്റെ ഒരു സർക്കിൾ വരച്ചു. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ഫോർ ഇൻസ്റ്റൻസ് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് അഗൈൻ ഒരു 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ്, അതായത് ഫ്രം ദി സെൻറ്റർ 3 സെൻറ്റിമീറ്റർ. പിന്നെ അഗൈൻ ഒരു ചെറിയ ഇങ്ങനെ 3 വരച്ചു. ദെൻ വി ഹാവ് അവർ ഫൈനൽ റൗണ്ട്. അത്രയ്ക്ക് വലുതാക്കിയില്ലെങ്കിൽ ഇങ്ങനെ. ഞാൻ ഫസ്റ്റ് വരച്ചത് 2 സെൻറ്റിമീറ്റർ ആണ്, പിന്നെ 1 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു, പിന്നെ ഒരു 0.7 ഒക്കെ ഇൻക്രീസ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇവിടേക്ക് ഒരു 2 സെൻറ്റിമീറ്റർ റേഡിയസിൽ അങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ലൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മേജറായിട്ട് 1 2 3 4 അങ്ങനെ 4 സർക്കിൾസാണ് നമുക്ക് വരുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ സർക്കിളാണ്. ഏറ്റവും ഉള്ളിലത്തെ സർക്കിളിൽ നമ്മൾ ബ്ലാക്ക് ഫില്ല് ചെയ്യണം, നല്ല ടൈറ്റനായിട്ട് ബ്ലാക്ക് ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഐ ഡു, ഞാൻ എൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. സോറി ഗൈസ്, ഐ ഹാവ് എ ലിറ്റിൽ കോൾഡ്, അപ്പോൾ മൈ വോയിസ് വിൽ ബി ലിറ്റിൽ ലോ, അറ്റ് ദ സെയിം ടൈം കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമ്മൾ നല്ല ഡാർക്കൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് സെൻറ്റർ പാർട്ട്. റിമെമ്പർ നമ്മൾ അന്നും ഈവിൾ ഐ മണ്ഡല ചെയ്ത സമയത്ത് നല്ല ഡാർക്കൻ ചെയ്തിട്ട് തന്നെയാണ് സെൻറ്റർ കൊടുത്തത്. പക്ഷേ അതൊരു കുട്ടി ബ്ലാക്ക് ആയിരുന്നു. ഇത് കുറച്ച് വലുപ്പത്തിൽ മേക്കിങ് ആയിട്ട്. അല്ല, ഇങ്ങനെ നമ്മളത് ഉള്ളിലേക്ക് കംപ്ലീറ്റ്ലി ഫില്ലപ്പ് ചെയ്തു. ഇതിൻ്റെ ഈവൻ ആയിട്ടൊരു എൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ജെല്ലിൽ എൻ്റെ മാർക്കർ കൊണ്ട് ഞാൻ അതിൻ്റെ അറ്റം ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈന് നമുക്ക് ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കാം. സ്കൈ ബ്ലൂ ആണ് കൊടുക്കുന്നത്, ബിക്കോസ് ഈവിൾ ഐയുടെ മേജർ കളേഴ്സ് സ്കൈ ബ്ലൂ, ബ്ലാക്ക് ആൻഡ് ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ്, ഇത്രയും കളേഴ്സാണ്. നമ്മൾ കളർ പെൻസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഞാൻ കളർ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത്തിരി ലൈറ്റർ ആയിരിക്കും. നല്ല പെയിൻ്റൊക്കെ ആണെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ ഡാർക്കറായിട്ട് കിട്ടും.
ഞാൻ പാർട്ട് കംപ്ലീറ്റ്. ഇനി ഞാൻ എൻ്റെ സ്കൈ ബ്ലൂ പെന്നെടുത്തിട്ട് ഒന്ന് കവർ ചെയ്തു. നമ്മൾ ബ്ലാക്ക് എടുത്തിട്ട് ചെയ്തതുപോലെ തന്നെ അയാൾ സ്കൈ ബ്ലൂ ഷേപ്പിൽ കളറിലുള്ളൊരു പെന്നുണ്ട്. അപ്പോൾ പെന്നിൽ വെച്ചിട്ട് ഞാനതൊന്ന് ഇത്രയായി. ഇനി ഈ ഒരു റോ നമ്മൾ അങ്ങനെ വൈറ്റ് ബ്ലാങ്ക് ആയിട്ട് വിടുകയാണ്. ഇതിനകത്തൊന്നും ചെയ്യാനില്ല, കാരണം അവിടെ വൈറ്റാണ് കളർ വരുന്നത്. അടുത്തത് വരുന്നതാണ് ബ്ലൂ കളർ. അപ്പോൾ ബ്ലൂ കളർ എന്ന് പറഞ്ഞ് വരുമ്പോൾ ഓൾറെഡി ഇതാണ് നമ്മുടെ ലൈന് വരിക, വെരി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. ആദ്യം അതൊന്ന് നമ്മൾ സർക്കിൾ റൗണ്ട് ചെയ്തെടുത്തു. ഇനി ഈ വൈറ്റിൻ്റെ ഈ ബോർഡറിൽ അത് നമ്മൾ ബ്ലൂ കൊണ്ട് തന്നെയാണ് വരയ്ക്കുന്നത്, കാരണം ബ്ലൂവിൻ്റെ ബേസായിട്ട് വരുന്നത്. ദെൻ ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആ ഒരു ഇത്തിരി ബ്ലോട്ടഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കില്ലേ, ഐ മീൻ കർവ്ഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ, അതേപോലെ ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക ത്രൂ ഔട്ട് ഈ ഒരു സർക്കിളിലൂടെ. ഫ്രീ ഹാൻഡായിട്ടാണ് നമ്മളിതിൽ ഗ്രിഡ്സോ ഒന്നും വരയ്ക്കുന്നില്ല. നമ്മുടെ ഫ്രീ ഹാൻഡായിട്ട് മാക്സിമം ട്രൈ ചെയ്യൂ. ഇഫ് യു നോട്ട് കോൺഫിഡൻറ്റ് ഇനോ ട്രൈ ഡ്രോയിങ് വിത്ത് എ പെൻസിൽ. ഈ ഒരു സാധനം പെൻസിൽ കൊണ്ട് വരച്ചിട്ട് മാത്രം ബാക്കി പെന്നുകൊണ്ട് അതിന് മുകളിൽ കൂടെ ഓവറായിട്ട് പെന്നോ സ്കെച്ചോ കൊണ്ട് ഓവർ റൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിനുള്ളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു പ്രിൻ്റില്ലേ, ഈ പ്രിൻ്റൊന്ന് നന്നായി പ്രാക്ടീസ് ആവാനാണ് നമ്മളിത് വരയ്ക്കുന്നത്. ഈ ഒരു പ്രിൻ്റ് ഇത് ത്രൂ ഔട്ട് ഇതിൻ്റെ എല്ലാം ഉള്ളിൽ വരച്ചു. 5 പെറ്റൽസ് മതി, അതിൽ കൂടുതൽ വേണ്ട. I'm gonna continue drawing this. സെൻറ്ററിൽ വരച്ചു, ഈ സൈഡിൽ രണ്ടെണ്ണം,
നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഫില്ലിങ് ചെയ്യാൻ എനിക്ക് ഡാർക്ക് ബ്ലൂ എടുത്തിരിക്കുന്നു. ബ്ലൂ എടുത്തിട്ട് ഈ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ഇത്രയും ടൈം എടുത്തിട്ട് ദിസ് ഈസ് ലിറ്റിൽ ടൈം കൺസ്യൂമിങ് ഈ സൈഡിലൊക്കെ ഫില്ല് ചെയ്യുന്നത്, ബട്ട് ചെയ്ത് വരുമ്പോൾ ഇറ്റ് വിൽ ബി വെരി പ്രിറ്റി. യു ഹവ് കംപ്ലീറ്റഡ് അനദർ റോ. ലാസ്റ്റ് ലൈൻ വരുന്നത് വെറും ലൈൻസിൻ്റെയാണ്. ലൈൻസ് ഇൻ ദ സെൻസ് നമ്മളിങ്ങനെ ചുമ്മാ ഇവിടെ ലൈൻസ് ഇട്ട് കൊടുക്കും. ആ ഒരു പാർട്ട് ഫില്ല് ചെയ്യാനായിട്ട് ലൈൻസ് യൂസ് ചെയ്യും.
ഈ ലൈൻസ് നമ്മൾ തീരാനായി. പാർട്ടിലെത്തി. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ മണ്ഡലം ഇത്രയേ ഉള്ളൂ. ഐ തോട്ട് ഐ വിൽ സെൻഡ് യു വൺ മോർ, പക്ഷേ ഇത് തന്നെ അത്യാവശ്യം ചെയ്യാനുണ്ട്. സോ നിങ്ങളിത് ഇന്നത്തേക്ക് ചെയ്യാൻ, നാളെ വീൽ കം ബാക്ക് വിത്ത് അനദർ മണ്ഡല. വളരെ സിമ്പിളാണ്. യു ബെയർലി മീൻസ് ഐ തിങ്ക് ഒരു 20-25 മിനിറ്റ്സ് മതിയാവും. ഈ ഒരു പെറ്റൽസൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വരയ്ക്കുക. ഓൾ റൈറ്റ്.